നമസ്കാരം. ഗാന്ധിജിയുടെ വിശ്വപ്രസിദ്ധമായ ചമ്പാരൻ സത്യാഗ്രഹത്തോടുകൂടിയാണ് ഇൻഡിഗോ എന്ന നീലം കൃഷിയെക്കുറിച്ച് ഇന്ത്യ അഥവാ ലോകം അറിയുന്നത് എന്ന് ചിലർ പറയാറുണ്ട്. എന്നാൽ അത് ശരിയാണോ? അതിനു വളരെ മുമ്പ് തന്നെ ഈ പ്രശ്നം ഇന്ത്യയിൽ തുടങ്ങിയിരുന്നില്ലേ? അതിലേക്കാണ് ഈ വീഡിയോ പോകുന്നത്. ഇത് തുടങ്ങിയത് ഇന്ത്യയിൽ യൂറോപ്യൻ പ്ലാന്റർമാരുടെ വരവോടെയായിരുന്നു. അതായത് യൂറോപ്യൻ തോട്ടമുടമകൾ എന്നർത്ഥം. അവർ ഇന്ത്യയിൽ നല്ല ഫലപുഷ്ടിയേറിയ സ്ഥലങ്ങൾ വാങ്ങിക്കുകയും ലാഭകരമായ കൃഷി, അതായത് നാണ്യവിളകൾ കൃഷി ചെയ്യുകയും ഏറെ ലാഭം ഉണ്ടാക്കുകയും ചെയ്തു. ഇത്തരം കൃഷി വ്യാപിച്ചതോടുകൂടി അവർക്കും അവരുടെ പ്രവർത്തനങ്ങൾക്ക് സഹായിച്ച അഥവാ കൂട്ടുനിന്ന ഇന്ത്യക്കാർക്കും അവരുടെ ഗുണ്ടകൾക്കും ലാഭമുണ്ടായെങ്കിലും ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപ്പാദനം കുറയുകയും ചെയ്തു. അത് സമൂഹത്തിൻ്റെ അടിത്തട്ടിലുള്ള ജനങ്ങളെ ദാരിദ്ര്യത്തിലേക്കാണ് നയിച്ചത്. ബംഗാളിൽ ഇൻഡിഗോ കൃഷി ആരംഭിച്ചത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണകാലത്താണ്. 1777 ഫ്രഞ്ചുകാരനായ ലൂയിസ് ബോണൌഡ് ആണ് ഇന്ത്യയിൽ നീലം കൃഷി ആരംഭിച്ചത്. യൂറോപ്പിൽ നീലം ചായത്തിൻ്റെ ആവശ്യകത ഉള്ളതിനാൽ നീലം കൃഷി ഏറെ ലാഭകരമായിരുന്നു. 1830 ആയപ്പോഴേക്കും ബംഗാളിൽ തന്നെ 1000-ലധികം ഇൻഡിഗോ ഫാക്ടറികൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ലാഭത്തിൻ്റെ മഹിമ മനസ്സിലാകുമല്ലോ. ഇത്തരത്തിലുള്ള യൂറോപ്യൻ പ്ലാന്റർമാർ കൃഷിഭൂമിയിൽ ഭക്ഷ്യവിളകൾക്ക് പകരം ഇൻഡിഗോ കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിച്ചിരുന്നു. ആ നിർബന്ധം പലപ്പോഴും ഗുണ്ടകൾ വഴിയായിരുന്നെന്ന് മാത്രം. യൂറോപ്യൻ പ്ലാന്റർമാർ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ മാത്രമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരും ഉണ്ടായിരുന്നു എന്നർത്ഥം. ഇവർ കർഷകരെ കുടുക്കിയത് ഒരു പ്രത്യേകതരം വായ്പ നൽകിയായിരുന്നു. ആ വായ്പ എടുത്താൽ പിന്നെ ആജീവനാന്തം അതിൽ നിന്ന് രക്ഷപ്പെടുക പ്രയാസമായിരുന്നു. മുൻപ് നമ്മുടെ ബ്ലേഡ് കമ്പനിക്കാരുടെ പലിശ സമ്പ്രദായം ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. നീലത്തിന് യൂറോപ്പിൽ വിലയുണ്ടായിരുന്നുവെങ്കിലും വളരെ ഒരു ചെറിയ വില, അതായത് 2.5% മാത്രമേ നീലം കൃഷിക്കാർക്ക് നൽകിയിരുന്നുള്ളൂ. അത് കാരണം നീലം കർഷകർക്ക് ഈ കാര്യം ലാഭകരമല്ലാതെ വരികയും വല്ലാത്ത ദുരിതമാവുകയും ചെയ്തു. അവസാനം അവർ അവരുടെ പാട്ടത്തിനെടുത്ത കൃഷിസ്ഥലം തന്നെ വിട്ടുകൊടുക്കേണ്ട അവസ്ഥയും ഉണ്ടായി. നിലവിലെ കമ്പനി വ്യവസ്ഥകൾ തോട്ട ഉടമകൾക്ക് അനുകൂലമായിരുന്നു. 1857 ശിപ്പായി ലഹള ആരംഭിച്ചത്. 1958 ആയപ്പോഴേക്കും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് സർക്കാർ ഏറ്റെടുത്തല്ലോ. അങ്ങനെ 1859 തോട്ടം ഉടമകൾക്കെതിരായി ആദ്യ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ഇത് ബംഗാളിലായിരുന്നു നടന്നത്. പ്ലാന്റർമാരും ജമീന്ദർമാരും തമ്മിൽ കൂട്ടുകെട്ടുണ്ടായിരുന്നു. ജമീന്ദർമാർ കർഷകർക്ക് കൃഷി ചെയ്യാനായി ഭൂമി പാട്ടത്തിന് കൊടുത്തിരുന്നു. ഈ ജമീന്ദർമാരും പ്ലാന്റർമാരും സർക്കാരിന് ഭൂനികുതി കൊടുക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള ഒരു സിസ്റ്റമാണ് അന്ന് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇൻഡിഗോ കലാപം ബംഗാളിൽ വളരെ പെട്ടെന്ന് പലയിടത്തും വ്യാപിച്ചു. അതിന് കാരണമായി പറയുന്നത് അത്തരത്തിലുള്ള സാഹചര്യം പല ഇടങ്ങളിലും ബംഗാളിൽ ഉണ്ടായിരുന്നു എന്നതാണ്. ചില ഇൻഡിഗോ ഫാക്ടറികൾ നശിപ്പിക്കപ്പെട്ടു. അത് കലാപകാരികളാൽ തന്നെയാണ് അത് ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. ഇതൊക്കെ കാരണം ചില യൂറോപ്യൻ പ്ലാന്റർമാർ ഇവിടെ നിന്ന് നാടുവിടുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. പ്ലാന്റർമാരുടെ ഗുണ്ടകൾ പലയിടത്തും കർഷകരുമായി ഏറ്റുമുട്ടലും നടന്നു. ഇവിടെ സംഘർഷം എന്നത് ബ്രിട്ടീഷ് സർക്കാരിനെതിരായില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധേയമാണ്. സംഘർഷം നടന്നത് യൂറോപ്യൻ തോട്ടമുടമകളും അതുപോലെ തന്നെ ഇന്ത്യക്കാരായ കർഷകരും തമ്മിലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. 1857 ശിപ്പായി ലഹളയും 1859 ഇൻഡിഗോ കലാപവും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസമായി ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതാണ്. 1857 ശിപ്പായി ലഹള യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് സർക്കാരിനെതിരായിരുന്നു, കമ്പനി സർക്കാരിനെതിരായിരുന്നു. പക്ഷേ ഇവിടെ വ്യത്യാസമുണ്ട്. യൂറോപ്യൻ തോട്ടമുടമകൾ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ മാത്രമല്ല, മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഉള്ളവരും ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, അവർ നികുതി കൊടുത്തിരുന്നത് ബ്രിട്ടീഷ് സർക്കാരിനായിരുന്നു എന്ന് മാത്രം. അങ്ങനെ പലയിടത്തും ഇൻഡിഗോ പ്ലാന്റർമാരുടെ ഗുണ്ടകളാൽ കർഷകരുടെ കലാപം അടിച്ചമർത്തപ്പെട്ടു. കരാറുകൾ ലംഘിച്ചതിന് ധാരാളം കർഷകർക്കെതിരായി കേസുകളും വന്നു. എങ്കിലും 1860 ബ്രിട്ടീഷ് സർക്കാർ ഒരു ഇൻഡിഗോ കമ്മീഷനെ നിയമിച്ചത് ഈ കലാപത്തിൻ്റെ വിജയസൂചകമായ അനന്തരഫലമായി പലരും ചൂണ്ടിക്കാണിക്കുന്നു. ഇത് 1862 ഇൻഡിഗോ നിയമം ബ്രിട്ടീഷ് സർക്കാർ നടപ്പിലാക്കുന്നതിലേക്ക് നയിച്ചു.
പക്ഷേ ഇത്തരത്തിലുള്ള രക്തച്ചൊരിച്ചിലുകൾ ഇല്ലാതെയാണ് 1917 ചമ്പാരനിൽ നീലം കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ ഗാന്ധി പരിഹരിച്ചത് എന്ന കാര്യം ഇവിടെ പ്രസ്താവ്യമാണ്. ചമ്പാരനിലെ നീലം കൃഷിക്കാരുടെ ശനിദശ ആരംഭിച്ചത് ജർമ്മനി കൃത്രിമമായി നീലം ചായം ഉണ്ടാക്കിയതോടുകൂടിയാണ്. അതായത് 1897 ജർമ്മനിയിലെ ബാസഫ് എന്ന കെമിക്കൽ കമ്പനി കൃത്രിമമായി നീലച്ചായം നിർമ്മിച്ചു. അത് യൂറോപ്യൻ വിപണിയിൽ ഇറക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി നീലം ചായത്തിന് വില കുറയുകയും നീലം കൃഷിയെ തന്നെ അത് ഗുരുതരമായി ബാധിക്കുകയും ചെയ്തു. ഇത് ഇന്ത്യയിലെ തോട്ടമുടമകൾക്ക് ഏറെ സാമ്പത്തിക നഷ്ടമുണ്ടാക്കി. ഈ നഷ്ടം പരിഹരിക്കുന്നതിനായി അവർ ഇന്ത്യയിൽ നീലത്തിൻ്റെ വില കുറച്ച് കർഷകരെ പിഴിയാൻ തുടങ്ങി. അങ്ങനെ ചമ്പാരനിലെ നീലം കർഷകർ 1914 1916 തോട്ടമുടമകൾക്കെതിരെ കലാപം നടത്തിയെങ്കിലും വിജയിച്ചില്ല. തോട്ടം ഉടമകളുടെ പിടിവാശിയും ഗുണ്ടാമർദ്ദനവും കലാപത്തെ തല്ലിക്കെടുത്തി. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് 1917 ഗാന്ധിജി ചമ്പാരനിൽ എത്തുന്നത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനിക്ക് കൃത്രിമമായി നീലം ഉണ്ടാക്കാനായി സാധിച്ചില്ല. പ്രസ്തുത ഫാക്ടറി നിർത്തപ്പെട്ടു. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ കമ്പോളത്തിൽ നീലത്തിൻ്റെ വില കൂടുകയും നീലം തോട്ടമുടമകൾക്ക് നല്ല വില ലഭിക്കുകയും ചെയ്തു. പക്ഷേ അവർ തങ്ങൾക്ക് ലഭിച്ച ലാഭം ഇന്ത്യയിലെ കർഷകർക്ക് പങ്കുവയ്ക്കാനായി ശ്രമിച്ചില്ല എന്നത് വ്യക്തമായൊരു കാര്യമാണ്. 1859 ബംഗാളിൽ നടന്ന ഇൻഡിഗോ കലാപത്തിലായാലും ശരി, 1917 ചമ്പാരനിൽ നടന്ന ഗാന്ധിജി നേതൃത്വം നൽകിയ സത്യാഗ്രഹത്തിലായാലും ശരി, പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ തോട്ടമുടമകളും കർഷകരും തമ്മിലായിരുന്നു. അതായത് ഈ സമരം അഥവാ കലാപം നടന്നിട്ടുള്ളത് ബ്രിട്ടീഷ് സർക്കാരിന് എതിരായിട്ടല്ല, മറിച്ച് തോട്ടം ഉടമകൾക്ക് എതിരായിട്ടായിരുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ഇനി വാൽകഷ്ണമായി ഒരു കാര്യം കൂടി പറയുന്നു. യഥാർത്ഥത്തിൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഭൂവുടമകൾ അഥവാ ജമീന്ദാർമാരാണെങ്കിലും അതുപോലെ തന്നെ യൂറോപ്യന്മാരായ തോട്ടമുടമകളാണെങ്കിലും അവരെ സംബന്ധിച്ച് ഒന്നുപോലെ തന്നെയാണ് എന്നതാണ് വാസ്തവം. അതിന് ഭൂമിയുടെ വ്യക്തിഗതമായ ഒരു ചരിത്രം കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഡൽഹി സുൽത്താനേറ്റ് ഭരിക്കുമ്പോഴും അതുപോലെ തന്നെ മുഗൾ രാജവംശം ഭരിക്കുമ്പോഴും ഭൂമി പലപ്പോഴും പല ആളുകൾക്കായി അവരുടെ ഇഷ്ടക്കാർക്ക് അവർ കൊടുത്തിരുന്നു. ചിലപ്പോൾ ഒരു വർഷമാകാം, ചിലപ്പോൾ അനവധി വർഷമാകാം. ഇഷ്ടക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി സഹായം ചെയ്തവർ, വിശിഷ്ട സേവനങ്ങൾ കാഴ്ചവെച്ചവർ, ചില പ്രത്യേക തരത്തിലുള്ള പടക്കോപ്പുകൾ തന്നവർ, അതുപോലെ തന്നെ നികുതിയായി ധാരാളം പണം കൊടുക്കുന്നവർ എന്നിവർക്കൊക്കെയാണ് ഇത്തരത്തിൽ ഭൂമി കൊടുത്തിരുന്നത്. ഇതിൽ നിന്നുള്ള വരുമാനമാണ് ചക്രവർത്തിക്ക് വർഷം തോറും അല്ലെങ്കിൽ പ്രത്യേക ഒരു സീസൺ അനുസരിച്ച്, പ്രത്യേക ഒരു ദിവസം അനുസരിച്ച് ലഭിച്ചിരുന്നത്. ഡൽഹി സുൽത്താനേറ്റിൻ്റെ കാലം കഴിഞ്ഞതിന് ശേഷം വന്നത് മുഗൾ രാജവംശമാണല്ലോ. മുഗൾ രാജവംശത്തിൻ്റെ ഭരണം അവസാനിക്കാറായപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണല്ലോ ഇന്ത്യയിൽ അധികാരം കവർന്നെടുത്തത്. പ്ലാസി ബക്സർ യുദ്ധങ്ങൾക്ക് ശേഷമാണല്ലോ ബംഗാൾ പ്രവിശ്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരം സ്ഥാപിച്ചത്. ആദ്യ കാലഘട്ടത്തിൽ യൂറോപ്യൻ പൗരന്മാർക്ക് ഇന്ത്യയിൽ ഭൂമി വാങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. അതായത് സ്വന്തമായി ഭൂമി വാങ്ങാനുള്ള അധികാരം യൂറോപ്യന്മാർക്ക് ഉണ്ടായിരുന്നില്ല. അതിനാൽ അവർ ഇന്ത്യയിലെ ഭൂവുടമകളുടെ കയ്യിൽ നിന്ന് വാടകയ്ക്കായിരുന്നു ഭൂമി വാങ്ങി ഇതുപോലെ തന്നെ നാണ്യവിളകൾ കൃഷി ചെയ്തിരുന്നത്. നാണ്യവിളകൾ എന്ന് പറഞ്ഞാൽ അവ വിറ്റ് കഴിഞ്ഞാൽ ധാരാളം പണം ഉണ്ടാക്കാം എന്നതായിരുന്നു വാസ്തവം. പക്ഷേ തുടർന്ന് വേറൊരു പ്രശ്നം ഉണ്ടായി. ഈ ഇന്ത്യക്കാരായ ജമീന്ദാർമാരും അഥവാ ഭൂവുടമകളും വിദേശികളായ തോട്ടമുടമകളും തമ്മിൽ സംഘർഷം ഉടലെടുത്തു. അത് ഈ വാടക പൈസയുടെ അല്ലെങ്കിൽ വാടക പണത്തിൻ്റെ പേരിലായിരുന്നു ഉണ്ടായിരുന്നത്. പ്രശ്നം കമ്പനിയുടെ ശ്രദ്ധയിൽപ്പെടുകയും കമ്പനി ഒരു നിയമം ഉണ്ടാക്കുകയും ചെയ്തു. അതായത് 1883 വിദേശീയരായ തോട്ടമുടമകൾക്ക് ഇന്ത്യയിൽ ഭൂമി സ്വന്തം പേരിൽ വാങ്ങിക്കാമെന്ന നിയമനിർമ്മാണം നടത്തിയാണ് കമ്പനി ഇത് പരിഹരിച്ചത്. ഇതിനിടയിൽ കോൺവാലിസ് പ്രഭുവിൻ്റെ നേതൃത്വത്തിൽ ഭൂനികുതി വ്യവസ്ഥ ഒന്ന് പരിഷ്കരിക്കുകയും ചെയ്തു. ഇങ്ങനെ വന്നപ്പോൾ 3 കൂട്ടർ മാത്രമായി. ഒന്ന് സർക്കാർ, അതായത് കമ്പനി സർക്കാർ,
രണ്ടാമത്തേത് ജമീന്ദാർമാർ അല്ലെങ്കിൽ തോട്ടമുടമകൾ. മൂന്നാമത്തേത് കുടിയാന്മാർ, അതായത് കർഷകർ. പക്ഷേ ഈ സിസ്റ്റം 10-20 കൊല്ലം കഴിഞ്ഞപ്പോൾ വല്ലാതെ കണ്ട് പ്രശ്നമായി. അതായത് പ്രശ്നം കുടിയാന്മാർക്ക്, കർഷക തൊഴിലാളികൾക്ക് ആയിരുന്നു. അവരുടെ അവസ്ഥ വളരെ ദയനീയമായി തുടങ്ങി. ഇതേപോലെ തന്നെ ഭൂവുടമകളും തൊഴിലാളികളും അല്ലെങ്കിൽ കുടിയാന്മാരും തമ്മിലുള്ള സംഘർഷം ഇന്ത്യയുടെ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. അത് അക്രമാസക്തമായി മാറുകയും ചെയ്തിട്ടുണ്ട്. ബംഗാളിലെ അവസ്ഥയാണല്ലോ പറഞ്ഞത്. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നക്സൽബാരി പ്രസ്ഥാനമൊക്കെ ആ പ്രദേശത്ത് നിന്ന് ഉടലെടുത്തതിൽ അത്ഭുതപ്പെടാനില്ലല്ലോ.